ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും, കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് ആദ്യം വെള്ളത്തിൽ വേവിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വറവിലിട്ടിട്ട് അങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, വളരെ ഈസിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം, പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടും. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. പക്ഷേ അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്. ഞാൻ ഇതിൽ നിലക്കടല ചേർക്കുക കാരണം അണ്ടിപ്പരിപ്പ് വേണമെന്നില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇടാം. ഞാൻ 240 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ സേമിയ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്തെടുക്കണം. ഈ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്, അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് ഇത് വറുത്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാം, ഒന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതാ ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അത് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എത്ര നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത്ര വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിടുക. കടലപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഓരോ സ്പൂണ് മതി. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു സവാള കേട്ടോ, ഒരു വലിയ സവാള. വല്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് അരിയരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞോളൂ. ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക്. സവാള ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതി. സവാള വല്ലാതെ ഇങ്ങനെ വഴന്ന് ഇതാവണ്ട, ഒന്ന് ക്രഞ്ചി ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ. കാരണം എന്നാലും അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. അല്ലാതെ അതിൻ്റെ കളർ മാറുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ റോ ടേസ്റ്റ് ഒന്ന് പോവാൻ മാത്രമേ വേണ്ടൂ. ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാരറ്റ് ആയാലും മതി വെക്കുക. കുറച്ച് ബീൻസ്, ബീൻസ് ഇല്ലെങ്കിൽ ക്യാരറ്റ് ആയാലും മതി. പക്ഷെ ഇത് രണ്ടും ഇട്ടാൽ അതിന് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ക്യാരറ്റ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കറിവേപ്പില നല്ല ഇട്ടെടുത്തോളൂ കേട്ടോ. കറിവേപ്പിൻ്റെ അല്ലേ, ഇതൊക്കെ ഒന്ന് ആ റോ ടേസ്റ്റ് മാത്രം ഒന്ന് പോവാൻ മാത്രമേ വേണ്ടൂ. ഇതാ അതിൻ്റെ ആ റോ ടേസ്റ്റ് പോയി. ഇത് വഴറ്റൊന്നും വേണ്ട, 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ പച്ചക്കറിയുടെയൊക്കെ ആ ഒരു പച്ച മണം ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ഞാൻ സേമിയ ഇടുകയാണ്. വറുത്ത സേമിയ ഇടുക, മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഏത് കപ്പിലെടുത്ത് വെച്ചാൽ ആ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ആ കപ്പിൽ 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. വെള്ളത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ, അപ്പോഴാണ് അതിൻ്റെ അത് ശരിയാവുള്ളൂ. ഉപ്പൊക്കെ ഇടുക. ലേശം ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ലേശം, അധികമൊന്നും വേണ്ട. കുറെ ആവരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നത്. ഇത്രേ വേണ്ടൂ. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കുക. ഇനി ഇത്
കളർ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നിർബന്ധമില്ല, അതാ വഴറ്റുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ. ഉള്ളി വഴറ്റില്ല അപ്പം ചേർത്താൽ മതി. ഞാനിതാ ഇപ്പം ചേർക്കണു, വിട്ടുപോയി. ജസ്റ്റ് ഒരു ചെറിയൊരു കളർ, അത്രേ ഉള്ളൂ. ഒരു നുള്ളൊന്നും വേണ്ട. ഇപ്പം ഞാൻ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസില്, എന്നിട്ട് വേഗം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ കേട്ടോ. ഒരൊറ്റ വിസിൽ കഴിഞ്ഞാൽ വേഗം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നു. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് പ്രഷറൊക്കെ പോയിട്ട് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം തുറന്നാൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരത്തെ തുറന്നു, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല പ്രഷർ ആ ചൂടൊക്കെ പോയിട്ട് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോർക്കനെ ഇരിക്കുമ്പോൾ തോന്നും ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുണ്ടോ എന്ന് സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നോർമലായിട്ട് എല്ലാം വിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിതൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അത് പൊട്ടിപ്പോവില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോവൊന്നുമില്ല സ്പൂൺ കൊണ്ട് ഇളക്കിയാലും. പക്ഷേ ഫോർക്ക് കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഇതുണ്ട്. അപ്പോൾ കുറച്ച് നിലക്കടല ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്ത നിലക്കടല നമുക്ക് ആവശ്യത്തിനുള്ളത്, പിന്നെ അണ്ടിപ്പരിപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിലക്കടല ഉണ്ടെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് ഇളക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ചെയ്യണത് വെച്ചാൽ ശരിക്കും നമുക്കത് നല്ല ഇപ്പോഴും ഇത് വിട്ടിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാലും കുറച്ചും ഇനിയും ശരിക്കും തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് വിട്ടിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലൊക്കെ വിതറി കൊടുക്കാം. മല്ലിയില വിതറി കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അവസാനം ഒരു ലേശം നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ്. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ സേമിയ ഉപ്മാവ് റെഡിയായി. അപ്പോൾ നമുക്കിനി ആദ്യം വേവിച്ചിട്ട് അത് ഊറ്റി കളയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്